ആന്ന് റസൂലിന്റെ കബറിന്റെ അടുത്ത് പോയിട്ട് കടമുട്ടി തന്ന കടമുട്ടി തരും. അതേ കബറും പുറത്ത് പോയിട്ട് അള്ളാഹിന്റെ റസൂലേ, അങ്ങയോടുള്ള മൊഹബത്ത് കൊണ്ട് എനിക്ക് അങ്ങയുടെ അടുത്തേക്കൊന്ന് വരണം, ആ വാതിലൊന്ന് തുറന്നു തരണമേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂല് ആ വാതിൽ തുറന്നു കൊടുത്തില്ല മോനെ. അതാരാ ഒന്ന് പറഞ്ഞാൽ, അതാരാ തുറന്നു കൊടുത്തത്? ഉമർ ഖാദി അതിൻ്റെ ഉള്ളിലേക്ക് പോയത് എങ്ങനെയാ? അപ്പൊ സ്നേഹം, അതേപോലെ ബന്ധം, ഇതൊക്കെ വേണമെന്ന് എന്നാ കിട്ടുമെന്ന് അള്ളാഹിന്റെ റസൂൽ തരും. അള്ളാഹിന്റെ റസൂൽ തന്നെ തരും. അതെ, അതെങ്ങനെയാ വലിയാറെ ഉമർ ഖാലി അതിൻ്റെ ഉള്ളിൽ എത്തിക്കളഞ്ഞ് ഇറുമ്പേനു ഉമർ ഖാലി? ഈ ജാതി പൊട്ടന്മാർ ദുനിയാവിലുണ്ടെല്ലാം പഠിച്ചവനെ. ഉമർ ഖാലി അതിൻ്റെ ഉള്ളിൽ കടന്നു കളഞ്ഞ് ഞഴുതുമില്ല. ഏത് ജാതി എന്താ ഇവരൊക്കെ പറയണ്ടി? ഏത് കാലത്താമയിലും മറിയങ്ങളും ജീവിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഉപ്പാൻ്റെ പണി കല്ലുകൊണ്ട് വിഗ്രഹം ചെത്തി ഉണ്ടാക്കുക, എന്ന് അതിനെ വിൽക്കുക. എന്തിനാ ചെത്തിയിട്ട് അത് മനുഷ്യന്മാർ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോവുക. എന്നിട്ട് പുരയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ രോഗം മാറ്റി തരണേന്ന്. എല്ലാം അതിനേക്കാൾ അപ്രായപ്പോ നിങ്ങൾ. ഉമർ ഖാലി റസൂൽ ആരാ? ഉമർ ഖാലി, ഉമർ ഖാലിക്കുള്ള പ്രത്യേകത എന്താ? സാധാരണ മനുഷ്യനേക്കാൾ കുറച്ച് വിവരം ഉണ്ടായിരിക്കും. എനിക്കൊന്നുമില്ല അയാൾക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെന്ന്. സാധാരണ മനുഷ്യനുള്ള അത്ര വിവരം ഉമർ ഖാലിക്കില്ല. അയാൾ എന്തൊക്കെ എഴുതി വെച്ച്, ഉമർ ഖാലി എന്തൊക്കെ എഴുതി വെച്ച്, ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത വർത്തമാനങ്ങളല്ല അയാൾ പറഞ്ഞ്. എന്നിട്ട് അയാൾ റസൂലിൻ്റെ നൗദുബില്ല റസൂലിൻ്റെ നാട്ടിലേക്ക് അയാൾ അടുപ്പിക്കുമോ? റസൂൽ അയാളെ പറ്റി അറിഞ്ഞിക്കെങ്കിൽ